അങ്ങനെ മെച്ചം നമ്മളിത് ഇന്നൊരു അടിപൊളി നമ്മളെന്ന് പറയുമ്പോൾ ഞാനും പ്രകാശ് ചേട്ടനും കൂടെ വീണ്ടും നമ്മളത് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ചാത്താൻപാറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻപൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാത്താൻപാറ എന്ന് പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ തുടലിയൊക്കെ കുഞ്ഞ് പൂട്ട് നിൽക്കുന്നുള്ളൂ. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ബേറാപ്പിളിൻ്റെ ഒരു ഫാമിലി ആയിട്ട് വരും, കാര്യം അതിൻ്റെ ഇലയും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ചുടക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. അങ്ങനത്തെ നമ്മളിപ്പോഴും വന്നപ്പോഴത്തേക്കും ഒരുപാടായിട്ട് നമ്മളെ തുടലി പഴം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് പറിച്ച് കഴിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ തിരിയും നോക്കില്ല കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കൈ എത്തും ദൂരത്തിനുള്ള അത്രയും നമ്മൾ പറിച്ച് നല്ല പഴുത്തതും നല്ല ഈ നൊങ്കൻ പരുവായതും അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് കഴിച്ചു കേട്ടോ. പിന്നെ കുറേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പറിച്ചെടുത്ത് കേട്ടോ. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള വീഡിയോ ഇന്ന് ഇതല്ല കേട്ടോ. അതായത് നമ്മൾ മെയിനായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ആട്ടുകാൽക്ക്, അതായത് ഈ ഒരു കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ആട്ടുകാൽ കിഴങ്ങെന്നാണ്. അത് സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആട്ടിൻ സൂപ്പ് കുടിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓട്ടിച്ച് അത് പറഞ്ഞങ്ങ് പോയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും വീണ്ടും അത് രണ്ടാമത് ഇന്ന് അവിടെ പോയി അതിനെ കുറിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത് കുക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പാറപ്പുറത്തിരിക്കുന്ന കറക്റ്റായിട്ടൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ പ്രാവശ്യം, അതായത് നമ്മൾ ചാത്താൻപാറ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെയ്ത സമയത്ത് അതേ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചാത്താൻപാറ എന്ന് പറഞ്ഞത്. അത് ഒരുപാട് ദൂരെ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ സ്ഥലമൊക്കെ നമ്മളിങ്ങനെ പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അവിടെ പോയപ്പോഴത്തേക്കും ഇതുകൂടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ മരം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അന്ന് ധാരാളം ഇലയും ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിന്ന് അടിപൊളി ഒരു മരമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു കാഴ്ച കാണാൻ പറ്റി. അതിൽ നിൽക്കുന്ന വള്ളിക്കായ ഉണ്ടല്ലോ, അത് അന്ന് വന്നപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് നിന്നാണ്. പക്ഷേ ഇപ്പോൾ അത് ഉണങ്ങി അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ സീഡുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു കേട്ടോ. അതേ നമ്മളെ അപ്പൂപ്പൻ താടിയുടെ അതേ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിനും ഉള്ളത്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അന്ന് വന്നപ്പോൾ ഒരുപാട് പൂവൊക്കെ ആയിട്ട് നിന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നല്ല അടിപൊളി കായൊക്കെ നല്ല ചൂട് സമയമായല്ലോ നമുക്കിപ്പോഴേ. അപ്പോൾ എല്ലാ വിത്തെല്ലാം ഇങ്ങനെ പൊട്ടി തുടങ്ങി. അതൊക്കെ പൊട്ടി ഇതിനകത്തുനിന്ന് ഇങ്ങനെ നല്ല അടിപൊളി കേട്ടോ. നമ്മളാ ഒരു കുട്ടിക്കാലം എല്ലാം തിരിച്ചു കൊണ്ടുവന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം നല്ല കാറ്റുകൂടെ ആയിരുന്നു. അപ്പോൾ ഞാനും പ്രകാശേട്ടൻ മറു സൈഡിൽ നിന്നിട്ട് ചുടക്കൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ പൊട്ടിച്ചു. ഇങ്ങനെ കുറച്ചൊക്കെ പൊട്ടിക്കുകയും കുറച്ചൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കുകയും ഇങ്ങനെ കാറ്റത്തൊക്കെ പുറത്തെവിടെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ചാൽ പറയും, നിങ്ങൾക്ക് ഇതേപോലെ ചുറ്റിക്കറങ്ങി അടിച്ച് പൊളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരുപാട് സമയം നമ്മളവിടെ ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നീരോറ്റു പാറ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഈ മരവും അതിൻ്റെ ഇലയും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അതിൽ കാണാം. പിന്നെ അന്ന് നമ്മൾ വന്ന സമയത്ത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കളായിട്ട് നിന്ന്, ഇപ്പോൾ പൂ മാറി അതിലും സീഡൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും പ്രകാശനും തിരിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ഥലത്തോട്ട് പോകണം. അന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോഴെല്ലാം കാട്ടുപന്നിയുടെ കാൽപ്പാടുകൾ മാത്രമാണുള്ളത്. അതായത് അവിടെ എല്ലാം കാട്ടുപന്നി ഓടിക്കളിച്ചതിൻ്റെയൊക്കെ ഒരു കാൽപ്പാടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് കുറച്ചിങ്ങനെ മാറിയായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വീട് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ താമസം മാറിയപ്പോൾ ഇവർ ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ നിന്ന് താമസം മാറിപ്പോയത്. അതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്.
അപ്പോൾ ജസ്റ്റ് പോയപ്പോൾ നമ്മളതുകൂടെ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സ്ഥലത്തിൻ്റെ കുറച്ച് മറു സൈഡിലായിട്ടാണ് നമ്മൾ പറഞ്ഞ ഈ കിഴങ്ങ്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഇത് നല്ല പച്ചപ്പായിട്ട് നിന്നതാണ് കേട്ടോ. ഇന്ന് അതിൻ്റെ ഇലയൊക്കെ വാടി ഇലയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ കിഴങ്ങ് ഒരുപാടുണ്ട്. ഏകദേശം ഇത് വലിയൊരു പാറയാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റും ഈ പാറയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് ഇതിങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം മച്ചാൻ വരെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മളിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും അവരിതിങ്ങനെ കുക്ക് ചെയ്ത് സൂപ്പ് വെച്ച് കുടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ മച്ചാൻ വരെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഇതിൻ്റെ ഈ കിഴങ്ങെടുത്തതിന് ശേഷം നമ്മളിതേപോലെ സൂപ്പ് വെച്ച് നിങ്ങൾക്കായിട്ടൊരു അടിപൊളി വീഡിയോ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഈ കിഴങ്ങിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് തിരക്കി നോക്കുക. അപ്പോൾ വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ഉടനെ കാണാം. അതുവരെ ബൈ.